ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരെ. മനോരഥോ മതീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യഃ ദാസോऽഹം തവ കേശവ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ്ഭാഗവതം ഏകാദശ സ്കന്ധ അഥ അഷ്ടാദശോധ്യായഃ. ശ്രീഭഗവാനുവാച വനം വിവിഷു പുത്രേഷു ഭാര്യാം ന്യസ്യ സഹൈവ വാ വന ഏവ വസേച്ഛാന്തസ്തൃതീയം ഭാഗമായുഷ കന്ദമൂലഫലൈർവന്യൈർമേഥൈർവൃത്തിം പ്രകൽപ്പയേത് വസീതവൽക്കലം വാസസ്തൃണപർണാജിനാനി ച കേശരോമനഖശ്മശ്രുമലാനി ബിഭ്രിയാദ്ദദ ന ധാവേദപ്സു മജ്ജേത ത്രികാലം സ്തണ്ഡിലേശയാ ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാസു ആസാരഷജ്ജലേ ആഖണ്ഡമഗ്നശിശിരം ഏവം വൃത്തസ്തപശ്ചരേത് അഗ്നിപക്വം സമശ്നീയാത് കാലപക്വമഥാപി വാ ഉലൂഖലാശ്മകുട്ടോ വാ ദന്തോലൂഖല ഏവ വാ സ്വയം സഞ്ജിനുയാത് സർവമാത്മനോ. വൃത്തികാരണം ദേശകാലബലാഭിജ്ഞോ നാദദീതാന്യദാഹൃതം വന്യൈശ്ച രുപുരോടാശൈർ നിർവിപേത് കാലചോദിതാൻ നതു ശ്രൗതേന പശൂനാം മാം യജേതവനാശ്രമേ. അഗ്നിഹോത്രം ച ദർശശ്ച പൂർണമാസശ്ച പൂർവവത് ചാതുർമാസ്യാനി ച മുനേരാംനാതാനി ച നൈഗമേ. ഏവം ചീർണേന തപസാ മുനീർധമനേ സന്തത മാം തപോമയമാരാധ്യ ഋഷിലോകാദുപൈതി മാം. യസ്ത്വേതത് കൃച്ഛ്രതേശ്ചീർണം തപോ നിശ്രേയസം മഹത് കാമായ അൽപീയസേ യുജ്യാത് ബാലിശ കോപരസ്തതഃ. യദാസൗ നിയമേ കൽപ്പോ ജരയാ ജാതവേ പഥു ആത്മന്യഗ്നിം സമാരോപ്യ മച്ചിത്തോഗ്നിം സമാവിശേത്. യദാ കർമ്മവിഭാഗേഷു ലോകേഷു നിരയാത്മസു വിരാഗോ ജായത്തെ സമ്യഗ്ന്യസ്താഗ്നി പ്രവ്രജേത്തതാ ഇഷ്ട്വാ യഥോപദേശം മാം ദത്വാ സർവസ്വമൃത്തിജേ. അഗ്നിൻ സ്വപ്രാണാവേശ്യ നിരപേക്ഷ പരിവ്രജേത്. വിപ്രസ്യ വൈ സംന്യസതോ ദേവാദാരാതിരൂപിണ വിഘ്നാൻ കുർവന്ത്യയം ഹ്യസ്മാനാക്രമ്യ സംയാത് പരം. ബിഭ്രയാച്ഛേന്മുനിർവാസ കൗപീനാച്ഛാദനം പരം തെക്തം ന ദണ്ഡപാത്രാഭ്യാമന്യത് കിഞ്ചിതനാപതി. ദൃഷ്ടിഭൂതം ന്യസേത്പാദം വസ്ത്രഭൂതം വിപേജ്ജലം സത്യഭൂതാം വനേത്വാചം മനഃപൂതം വനാചരേത്. മൗനാനിഹാനിലായാമോ ദണ്ഡാവാഗ്ദേഹചേതസാം നഹ്യേതേ യസ്യ സത്യംഗ വേണുഭിർന ഭവേദ്യതി. ഭിക്ഷാം ചതുർഷു വർണ്ണേഷു വിഗർഹ്യാൻ വർജയംശ്ചരേത് സപ്താകാരാന സംക്ലുപ്താം സ്തുഷ്യേല്ലബ്ധേന താവതാ ബഹിർജലാശയം ഗത്വാ തത്രോപസ്പൃശ്യ വാഗ്യത. വിഭജ്യ പാവിതം ശേഷം ഭുഞ്ജീതാശേഷമാഹൃതം ഏകശ്ചരന്മഹീമേതാം നിസ്സംഗ സംയതേന്ദ്രിയാത്മക്രീഡാത്മരത. ആത്മവാൻ സമദർശന വിവിക്തക്ഷേമശരണോ മദ്ഭാവ വിമലാശയ. ആത്മാനം ചിന്തയേദേകാമഭേദേന മയാ മുനി അന്വീക്ഷേതാത്മനോ ബന്ധം മോക്ഷം ച ജ്ഞാനനിഷ്ഠയാ. ബന്ധ ഇന്ദ്രിയ വിക്ഷേപോ മോക്ഷേഷാം ച സംയമ
തസ്മാന്നിയമ്യ ഷഡ്വർഗം മദ്ഭാവേന ചരന്മുനി വിരക്തക്ഷുല്ലകാമേഭ്യോ ലബ്ധ്വാത്മനി സുഖം മഹത്. പുരഗ്രാമവ്രജാൻ സാർത്ഥാൻ ഭിക്ഷാർത്ഥം പ്രവിശംശ്ചരേത് പുണ്യദേശസരിച്ഛൈലവനാശ്രമവതീം മഹീം വാനപ്രസ്ഥാശ്രമദ്വേഷ്വഭീഷ്ണം ഭൈക്ഷ്യമാചരേത് സംസിദ്ധ്യത്യാശ്വസമോഹ ശുദ്ധസത്വശിലാന്ധസാ നൈതദ്വസ്തുതയാ പശ്യേത് ദൃശ്യമാനം വിനശ്യതി ആസക്തചിത്തോ വിരമേദീഹമുത്ര ചികീർഷിതാത് യദേതാത്മനി ജഗന്മനോ വാക്പ്രാണസംഹതം സർവം മായേതി തർക്കേണ സ്വസ്തസ്ത്യക്ത്വാ ന തസ്മരേത്. ജ്ഞാനനിഷ്ഠോ വിരക്തോ വാ മദ്ഭക്തോ വാനപേക്ഷക സലിംഗാനാശ്രമം സ്ത്യക്ത്വാ ചരേത വിധിഗോചര ബുദ്ധോ ബാലകവത് ക്രീഡേത് കുശലോ ജഡവച്ചരേത് വദേദുന്മത്തവദ് വിദ്വാൻ ഗോചര്യാം നൈകമാശ്ചരേത് വേദവാദരതോന്യസ്യാന്ന പാകണ്ഠീ ന ഹൈതുക ശുഷ്കവാദ വിവാദേദ്ന കഞ്ചിത് പക്ഷം സമാശ്രയേത് നോദ്വിജേത ജനാധീരോ ജനം ചോദ്യേ ജയന്നതു അതിവാദാം സ്ഥിതിക്ഷേത നവമന്യേത കഞ്ചന ദേഹമുദ്ദിശ്യ പശുവദ്വൈരം കുര്യാന്ന കേനചിത് ഏക ഏവ ച പരോഖ്യാത്മാ ഭൂതേഷ്വാത്മന്യവസ്ഥിത യഥേന്ദുരുദപാത്രേഷു ഭൂതാന്യേകാത്മകാനി ച അലബ്ധ്വാ ന വിഷീദേത കാലേ കാലേശരം ക്വചിത് ലബ്ധ്വാ ന ഹൃഷ്യേത് ധൃതിമാനുഭയം ദൈവതന്ത്രിതം ആഹാരാർത്ഥം സമീഹേത യുക്തതത്പ്രാണധാരണം തത്വം വിമൃശ്യത്തെ തേന തദ്വിജ്ഞായ വിമുച്യത്തെ യദൃച്ഛയോപപന്നാൻ നമദ്യാത് ശ്രേഷ്ഠമുതാപരം തഥാ വാസസ്തഥാ ശയ്യാം പ്രാപ്തം ഭജേന്മുനി ശൗചമാചമനം സ്നാനം നതു ചോദനയാചരേത് അന്യാംശ്ച നിയമാൻ ജ്ഞാനീ യഥാഹം ലീലയേശ്വര നഹി തസ്യ വികൽപാഖ്യായാമ യാചമദ്ദീക്ഷയാ ഹതാ ആദേഹാന്താത് ക്വചിത് ഖ്യാതിസ്തതഃ സമ്പദ്യത്തെ മയാ ദുഃഖോദർക്കേഷു കാമേഷു ജാതനിർവേദാത്മവാൻ അജിജ്ഞാസിതമദ്ധർമ്മോ ഗുരും മുനിമുപാവ്രജേത് താവത് പരിചരേത് ഭക്ത ശ്രദ്ധാവാനനസൂയകായാവത് ബ്രഹ്മ വിജാനീയാൻ മാമേവ ഗുരുമാതൃത യസ്തു സംയത ഷഡ്വർഗ പ്രചണ്ഡേന്ദ്രിയസാരഥി ജ്ഞാനവൈരാഗ്യരഹിതാ ത്രിദണ്ഡ മുപജീവതി സുരാനാത്മാനമാത്മസ്ഥം നിഹ്നുതേ മാം ച ധർമ്മഃ വിച കഷായോസ്മാദമുഷ്മാച്ച വിഹീയത്തെ ഭിക്ഷോർധർമാശമോ ഹിംസാ തപ ഈക്ഷാവനൗകസ ഗൃഹീണോ ഭൂതരക്ഷേജ്യ ദ്വിജസ്യാചാര്യസേവനം ബ്രഹ്മചര്യം തപശൗനം സന്തോഷോ ഭൂതസൗഹൃദം ഗൃഹസ്ഥസ്യാപ്യതൗ ഗന്തു സർവേഷാം മധുഭാസനം ഇതി മാം യഃ സ്വധർമ്മേണ ഭജന്നിത്യമനന്യഭാഗ് സർവഭൂതേഷു മദ്ഭാവോ മദ്ഭക്തിം വിന്ദതേ ദൃഢാം ഭക്ത്യാർത്ഥവാനാവൈന്യ സർവലോകമഹേശ്വരം സർവോത്പത്യപ്യയം ബ്രഹ്മ കാരണം മോപയാതി സ ഇതി സ്വധർമ്മ നിർണിക്ത സത്വോ നിർജാതമദ്ഗതി ജ്ഞാനവിജ്ഞാനസമ്പന്നോ ന ചിരാത് സമുപൈതി മാം വർണ്ണശ്രമവതാം ധർമ്മ ഏഷ ആചാരലക്ഷണ സ ഏവ മദ്ഭക്തിയുതോ നിശ്രേയസകരഃ പര ഏതത്തെ വിഹിതം സാധോ ഭവാൻ പൃച്ഛതി യച്ഛ മാം യഥാ സ്വധർമ്മ സംയുക്തോ ഭക്തോ മാം സമീയാത് പരം. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹൃതായാം ഏകാദശസ്കന്ധേ അഷ്ടാദശോऽധ്യായः.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 18ാമത്തെ അധ്യായമാണ് പറയുന്നത്. വാനപ്രസ്ഥൻ്റെയും സന്യാസിയുടെയും ധർമ്മങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണാശ്രമങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത്. ഈ അധ്യായത്തിൽ ഭഗവാൻ പറയാണ്, വാനപ്രസ്ഥത്തെ കാക്ഷിക്കുന്ന ഒരുവൻ പത്നിയെ പുത്രന്മാരെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പത്നിയോടുകൂടിയോ കാനനത്തെ പ്രാപിച്ച് ആയുസ്സിൻ്റെ 3-ാം ഭാഗം കഴിച്ചു കൂട്ടണം. വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലമൂലാദികൾ കൊണ്ട് നിത്യവൃത്തി കഴിക്കണം. മൃഗത്തോലോ ഇലയോ പുല്ലോ തുന്നിച്ചേർത്തോ മരത്തൊലിയോ ഗുഹ്യഭാഗം മറയ്ക്കുന്നതിനായി ഉപയോഗിക്കണം. നഖം, കേശം മുതലായവ മുറിക്കരുത്. പല്ല് വെളുപ്പിക്കരുത്. 3 നേരത്തിലെങ്കിലും സ്നാനം ചെയ്യണം. വെറും നിലത്തു മാത്രമേ ശയിക്കാവൂ. ഗ്രീഷ്മകാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടും വർഷക്കാലത്ത് മഴയത്ത് നിന്നുകൊണ്ടും ശിശിരത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ടും തപസ് അനുഷ്ഠിക്കണം. തനിയെ പഴുത്തതോ തീയിലിട്ട് ഒഴിച്ചതോ ആയ ഭക്ഷണം മാത്രം കഴിക്കുക. കൈകൊണ്ട് ചതച്ചോ വായിലിട്ട് ചവച്ചരച്ചോ മാത്രം ഭക്ഷിക്കാം. ശരീരബലം ഉള്ളിടത്തോളം കാലം അന്നന്നേക്കുള്ള അന്നം മാത്രമേ സ്വീകരിക്കാവൂ. അടുത്ത ദിവസത്തേക്ക് കരുതി വയ്ക്കരുത്. വനത്തിൽ ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് അതിഥികളെ സൽക്കരിക്കണം. വാനപ്രസ്ഥൻ വേദോക്തമായ ഹിംസ കൊണ്ടൊന്നും എന്നെ യജിക്കേണ്ടതില്ല. തർപ്പണം, അഗ്നിഹോത്രം, സംക്രമം, ചാതുർമാസ്യം തുടങ്ങി ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇപ്രകാരമുള്ള തപസ്സുകൊണ്ട് കാമാദികളെല്ലാം ജയിച്ച മുനി ഋഷിലോകം മുതലായവ ക്രമത്തിൽ കടന്ന് അന്ത്യത്തിൽ എന്നെ പ്രാപിക്കും. ഇപ്രകാരമുള്ള കഠിന തപസ്സുകൊണ്ട് ഒരുവൻ എന്നെ പ്രാപിക്കുന്നു. സ്വന്തം ആയുസ്സിനെ വിഷയസുഖത്തിന് അനുഭവത്തിനായി വിനിയോഗിക്കുന്നവൻ മൂഢൻ തന്നെയാണ്. ജര ബാധിച്ച് ദേഹം വിറച്ച് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ അസമർത്ഥനായി തീർന്നാൽ ആത്മാവിൽ അഗ്നിയെ ജ്വലിപ്പിച്ച് ബാഹ്യാഗ്നിയിൽ ശരീരത്തെ വെടിയണം. കർമ്മങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്ന ഏതു ലോകവും ദുഃഖമയമാണ്. ഈ തത്വത്തെ മനസ്സിലാക്കിയാൽ പുരുഷൻ ആ നിമിഷം തന്നെ അഗ്നിഹോത്രാദികൾ വെടിഞ്ഞ് സന്യാസത്തെ സ്വീകരിക്കണം. ആചാര്യ ഉപദേശപ്രകാരം എന്നെ പൂജിച്ചതിന് ശേഷം സർവവും മൃത്യുക്കിന് സമർപ്പിക്കണം. പ്രാണനിൽ അഗ്നിയെ സങ്കല്പിച്ച് സർവവും വെടിഞ്ഞ് സന്യാസത്തെ സ്വീകരിക്കണം. സന്യാസം സ്വീകരിക്കുന്ന വിപ്രന് ദേവന്മാർ ഇവൻ നമ്മെ തോൽപ്പിക്കുകയില്ലെന്ന് കരുതി ഭാര്യാദി രൂപം ധരിച്ചുവെന്ന് വിഘ്നങ്ങളുണ്ടാക്കും. സന്യാസി വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ കൗപീനം മാത്രം മതി. ആപത്തില്ലാത്ത സമയത്ത് ദണ്ടും കിണ്ടിയും മാത്രമേ കയ്യിൽ സൂക്ഷിക്കാവൂ. നേരെ നോക്കി നടക്കണം. ജലത്തെ വസ്ത്രം കൊണ്ട് അരിച്ചു കുടിക്കണം. സത്യം മാത്രമേ പറയാവൂ. ഹൃദയത്തിൽ നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ആചരിക്കാവൂ. സന്യാസിക്ക് മൗനം, ആഗ്രഹമില്ലായ്മ, പ്രാണായാമം എന്നീ 3 ദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. ഇവ യതിയുടെ വാക്ക്, മനസ്സ്, ശരീരം എന്നിവയെ നേരെ നിർത്തുന്നവയാണ്. ഇതില്ലാതെ വെറും മുളവടി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിന്ദിതരല്ലാത്ത ജനങ്ങളിൽ നിന്ന് മാത്രമേ ഭിക്ഷ വാങ്ങിക്കാവൂ. മുൻകൂട്ടി നിശ്ചയിച്ച ഗൃഹത്തിൽ നിന്ന് ഭിക്ഷ വാങ്ങിക്കരുത്. ഓരോ ദിവസവും ഓരോ ഗൃഹത്തിൽ നിന്നെന്ന പോലെ ഭിക്ഷ വാങ്ങിക്കണം. ഭിക്ഷയായി കിട്ടുന്ന അന്നം കൊണ്ട് തൃപ്തനാക്കണം. ഭിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ പുറത്തുപോയി കൈകാലുകൾ കഴുകി ശുദ്ധമാക്കി പിന്നെ അന്നത്തെ അതിഥികൾക്കായി പങ്കിട്ട് നൽകി ശേഷിച്ചത് മാത്രം ഭുജിക്കണം. യതി അനാസക്തനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനും ആത്മാവിൽ രമിക്കുന്നവനും ചിത്തത്തെ നിയന്ത്രിച്ചവനും സമദർശിയുമായി ഭൂമിയിൽ സഞ്ചരിക്കണം. ആരുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ചിത്തത്തെ ശുദ്ധമാക്കി സ്വന്തം ആത്മാവിനെ എന്നിൽ നിന്ന് അഭേദമായി ചിന്തിക്കണം. ജ്ഞാനനിഷ്ഠ കൊണ്ട് ആത്മാവിൻ്റെ ബന്ധമോ മോക്ഷങ്ങളോ ഇവയെക്കുറിച്ച് നല്ലതുപോലെ ആലോചന നടത്തണം. ഇന്ദ്രിയ ചാഞ്ചല്യം ബന്ധവും ഇന്ദ്രിയ നിയന്ത്രണം മോക്ഷവുമാണ്. അതുകൊണ്ട് യതി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിവർത്തിച്ച് ഭോഗങ്ങളിൽ വിരക്തനായി മൽഭാവം കൊണ്ട് ആത്മാവിലുള്ള അനന്തസുഖത്തെ അനുഭവിക്കുന്നവനായി ഭൂമിയിൽ ചരിക്കണം.
മേശനം. ഭിക്ഷയ്ക്ക് വേണ്ടി പുരങ്ങളിലും ഗ്രാമങ്ങളിലും ജനസമൂഹങ്ങൾ വസിക്കുന്ന മറ്റിടങ്ങളിലും ചെല്ലണം. പുണ്യാശ്രമങ്ങളിലും നദികളിലും പർവ്വതങ്ങളിലും സഞ്ചരിക്കണം. കഴിയുന്നിടത്തോളം വാനപ്രസ്ഥാശ്രമങ്ങളോളം സഞ്ചരിച്ച് ഭിക്ഷ എടുക്കണം. ശീലാന്നം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അന്ധകരണം ശുദ്ധമായി മുക്തനായിത്തീരും. നശ്വരമായ ഈ ജഗത്ത് സത്യമല്ലെന്ന് നിരന്തരം ചിന്തിക്കണം. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലുമുള്ള സുഖങ്ങളിൽ ആസക്തി വെച്ച് പുലർത്തരുത്. ഇക്കാണുന്ന സർവവും പ്രാണൻ, മനസ്സ്, വാക്ക് എന്നിവ ചേർന്ന് ഭാഷിക്കുന്നതാണെന്ന് അറിഞ്ഞ് സർവ്വതിലുമുള്ള മമതാബുദ്ധിയെ കൈവെടിയണം. ജ്ഞാനനിഷ്ഠനും മുമുക്ഷുവും എൻ്റെ ഭക്തനും വിഷയസുഖേച്ഛാഹീനനും ആയവൻ വിധിനിഷേധങ്ങളെയോ ആശ്രമാചാരങ്ങളെയോ മാനിക്കേണ്ടതില്ല. ജ്ഞാനിയായവൻ ഭ്രാന്തനെപ്പോലെ സംസാരിക്കും. ഭ്രാന്തനെപ്പോലെയോ ജഡനെപ്പോലെയോ ചുറ്റിത്തിരിയും. പശുവിനെപ്പോലെ കറങ്ങി നടക്കും. വേദവാദം, പാഖണ്ഡവാദം, ഹേതുവാദം എന്നിവയൊന്നും ചെയ്യില്ല. ശുഷ്കമായ വാദപ്രതിവാദത്തിന് ഒരിക്കലും തുനിയില്ല. ജ്ഞാനിയായവൻ ആരെയും ഭയപ്പെടുകയില്ല, ആരെയും ഭയപ്പെടുത്തുകയുമില്ല. മറ്റുള്ളവരുടെ നിന്ദകളെല്ലാം ക്ഷമിക്കും, ആരെയും നിന്ദിക്കുകയുമില്ല. ശരീരസുഖത്തിനു വേണ്ടി കേവലം മൃഗങ്ങളെപ്പോലെ ആരോടും മത്സരിക്കുകയില്ല. നിരവധി ജലപാത്രങ്ങൾ വെച്ച് അതിലെല്ലാം ചന്ദ്രൻ പ്രതിബിംബിക്കുന്നത് പോലെ ഏകനായ പരമാത്മാവ് തന്നെ നാനാ ശരീരത്തിൽ വസിക്കുന്നു എന്നുള്ള തത്വത്തെ നല്ലതുപോലെ മനസ്സിലാക്കിയവനായി ചരിക്കണം. ഭക്ഷണം ലഭിക്കാഞ്ഞാൽ ദുഃഖിക്കുകയോ ലഭിച്ചാൽ സന്തോഷിക്കുകയോ ചെയ്യില്ല. രണ്ടും പ്രാരാബ്ധ ഗതിക്കൊത്ത് വന്നു ചേരുന്നതാണ്. ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഭിക്ഷു ആഹാരം തരണം. മോക്ഷചിന്തയ്ക്ക് ശരീരം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ലഭിച്ചിരിക്കുന്ന അന്നം നല്ലതെന്നോ ചീത്തയെന്നോ നോക്കാതെ ഭക്ഷിക്കണം. അതുപോലെ തന്നെ വസ്ത്രം, ശയ്യ എന്നിവയും സ്വീകരിക്കാം. വേദവിധിപ്രകാരം അനുശാസിക്കുന്ന ശൗചം, സ്നാനം, ആചമനം എന്നിവയെല്ലാം ആചരിക്കണം. എന്നെ ധ്യാനിക്കുന്നതുകൊണ്ട് സന്യാസിയുടെ ഭേദബുദ്ധി സമ്പൂർണ്ണമായി നശിച്ചു പോയിരിക്കാം. ഇനി അല്പമെങ്കിലും ഭേദബുദ്ധി നിലനിന്നാലും അദ്ദേഹം മരണാനന്തരം എന്നെ തന്നെ പ്രാപിക്കും. ഭോഗങ്ങൾ ദുഃഖകാരണങ്ങളാണെന്ന് അറിഞ്ഞാലും ജ്ഞാനം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കണം. ആചാര്യനെ ഞാൻ തന്നെയായി കണ്ട് ബ്രഹ്മബോധം വരുന്നതുവരെ ഭക്തിയോടുകൂടി സേവിക്കണം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കാതെ വിഷയസുഖങ്ങളുടെ ദാസനായിരുന്ന് ജ്ഞാനവൈരാഗ്യാദികൾ കൂടാതെ സന്യാസത്തെ സ്വീകരിക്കുന്നവൻ ധർമ്മത്തെയും ആത്മാവിനെയും ദേവന്മാരെയും ആത്മസ്ഥനായ എന്നെയും വഞ്ചിക്കുകയാണ്. അവൻ ഇഹത്തിലും പരത്തിലും നിന്ന് എന്നേക്കുമായി ഭ്രഷ്ടനായിത്തീരും. ശമവും അഹിംസയും യതിക്കും, തപസ്സും പരമാർത്ഥചിന്തയും വാനപ്രസ്ഥനും, യജ്ഞവും പ്രാണി സംരക്ഷണവും ഗൃഹസ്ഥനവും, ഗുരുസേവ ബ്രഹ്മചാരിക്കും ഉള്ള മുഖ്യധർമ്മമാണ്. സന്തുഷ്ടി, ശൗചം, തപസ്, പ്രാണി സംരക്ഷണം എന്നിലുള്ള ഭക്തി എന്നിവ സർവ്വ ആശ്രമക്കാർക്കും വേണ്ടതാണ്. ഇപ്രകാരം സ്വധർമ്മത്തെ അനുഷ്ഠിക്കുകയും സർവ്വതിലും ഞാൻ തന്നെ വസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുക ജീവിക്കുകയും എന്നെ നിരന്തരം ഭജിക്കുകയും ചെയ്യുന്നതിന് എന്നിൽ ഭക്തി വേഗത്തിൽ തന്നെ ഉണ്ടായി വരുന്നു. ആ ഭക്തി കൊണ്ട് അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരകർത്താവും സർവനിയന്താവും പരബ്രഹ്മവുമായ എന്നെ പ്രാപിച്ച് പരമാനന്ദത്തെ അനുഭവിക്കുന്നു. സ്വധർമാനുഷ്ഠാനം കൊണ്ട് അന്ധകരണത്തെ പരിശുദ്ധമാക്കി പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കണം. അങ്ങനെയൊരുവൻ ജ്ഞാനവിജ്ഞാനയുക്തനായി എന്നെ പ്രാപിക്കും. ഈ ആചാരങ്ങളെല്ലാം വർണ്ണാശ്രമികൾക്കുള്ള ധർമ്മമാണ്. എന്നിൽ ഭക്തി കൂടെ ഉണ്ടെങ്കിൽ അത് മുക്തിക്കുള്ള ഉപാധിയാണെന്ന് അറിഞ്ഞാലും അല്ലെങ്കിൽ പുണ്യാത്മാവെ, സ്വധർമ്മയുക്തനായ ഒരുവൻ എങ്ങനെയാണ് ബ്രഹ്മമായ എന്നെ പ്രാപിക്കുക എന്നുള്ള അങ്ങയുടെ ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.